ഒടുവിൽ രാഷ്ട്രപതി ഒപ്പിട്ടതോടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് ബദലായി ബി.ജെ.പി. സർക്കാർ കൊണ്ടുവന്ന ബി.ബി.ജി. രാംജി എന്ന ബിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. 6 മാസങ്ങൾക്കുള്ളിൽ ഇത് സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളും അതത് നിയമസഭയിൽ ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കേണ്ടതായുണ്ട്. എന്തായാലും 2 പതിറ്റാണ്ടായി ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയ പദ്ധതിക്ക് തിരശ്ശീല വീണിരിക്കുകയാണ്. 2005-ൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അതിനു മുൻപും തൊഴിലുറപ്പ് പദ്ധതികൾ പലതും ഉണ്ടായിരുന്നെങ്കിലും ഇത്രത്തോളം ജനകീയമായ പദ്ധതികൾ അല്ലായിരുന്നു അവ. 2009-ൽ 2ാം UPA സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ വിജയം സമ്മാനിച്ചതിൽ ഈ പദ്ധതിക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു. പിന്നീട് BJP സർക്കാർ ഈ പദ്ധതിയുടെ പ്രാധാന്യം കുറയ്ക്കാൻ പല ശ്രമങ്ങളും നടത്തി നോക്കിയെങ്കിലും പദ്ധതിയുടെ ജനകീയ അടിത്തറ കാരണം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കോവിഡ് സമയത്തെല്ലാം ഗ്രാമീണർക്ക് വലിയൊരു ആശ്വാസമായി മാറിയ തൊഴിലുറപ്പ് പദ്ധതിയെ അത്ര എളുപ്പത്തിൽ പിൻവലിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിലാണ് ആ നിയമം തന്നെ മാറ്റി പുതിയ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് ഇനി കൂടുതൽ പറയേണ്ടതില്ല. കാരണം അവ നമ്മൾ 2 പതിറ്റാണ്ടായി നേരിട്ട് കണ്ടും അനുഭവിച്ചും മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ആ പദ്ധതിയും പുതുതായി വന്ന പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും അത് ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായി പ്രധാന വ്യത്യാസങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യ വ്യത്യാസം, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനങ്ങളാണ് ഉറപ്പായി നൽകിയിരുന്നതെങ്കിൽ പുതിയ ബി.ബി.ജി. രാംജി പദ്ധതിയിൽ 125 ദിവസങ്ങളാണ് ഉറപ്പ് നൽകുന്നത്. സത്യത്തിൽ ഇത് മാത്രമാണ് പുതിയ പദ്ധതിയിലുള്ള ഗുണകരമായ ഏക മാറ്റം എന്ന് പറയാവുന്നത്. ഇനി പറയാൻ പോകുന്നതെല്ലാം വലിയ ആശങ്കകളാണ് നമുക്ക് മുന്നിൽ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഫണ്ടിംഗ് സംബന്ധിച്ചാണ്. മഹാത്മാഗാന്ധി പദ്ധതിക്ക് വേതനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് നൽകിയിരുന്നതെങ്കിൽ പുതിയ പദ്ധതിയിൽ അത് കേന്ദ്രവും സംസ്ഥാനവും പങ്കിടുകയാണ്. അതായത് ആകെ ചെലവിന്റെ 60% മാത്രമേ കേന്ദ്രം തരികയുള്ളൂ. ബാക്കി 40% സംസ്ഥാനം വഹിക്കണം. സംസ്ഥാന പദ്ധതികൾക്ക് തന്നെ പണമില്ലാതെ വലയുന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇനി കേന്ദ്ര പദ്ധതികൾക്ക് കൂടി വിഹിതം മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതിയുടെ നടത്തിപ്പ് എത്ര കണ്ട് വിജയകരമാവും എന്നത് കണ്ടു തന്നെ അറിയണം. മറ്റൊരു അപകടം കൂടി ഇതിലുണ്ട്. കേന്ദ്രം അവരുടെ തുക അനുവദിക്കുകയും സംസ്ഥാനത്തിന് തുക നൽകാൻ കഴിയാതാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ജനവികാരം സംസ്ഥാന സർക്കാരിനെതിരെ തിരിയാനും സാധ്യതയുള്ളതിനാൽ രാഷ്ട്രീയപരമായി ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് കേന്ദ്രം ഇതിലൂടെ പ്രയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ വ്യത്യാസം ഫണ്ടിന്റെ ലഭ്യതയാണ്. മഹാത്മാഗാന്ധി പദ്ധതിയുടെ ചെലവിന് ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. എത്ര തൊഴിൽ ചെയ്താലും ആ തുക കേന്ദ്രം നൽകണമെന്നതായിരുന്നു ആ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത. അതായത് തൊഴിൽ അവകാശമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കേന്ദ്രം ബജറ്റിൽ അനുവദിക്കുന്ന തുക മാത്രമേ പദ്ധതിക്ക് ചെലവാക്കാൻ കഴിയൂ. തുക അവസാനിച്ചാൽ കൂടുതൽ തുക ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ തൊഴിൽ അവകാശമായി ഈ പദ്ധതിയിൽ വരുന്നുമില്ല. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ തൊഴിലുറപ്പ് എന്നതിലെ ഉറപ്പ് ഇല്ലാതായിരിക്കുന്നു. ഫണ്ടുണ്ടെങ്കിൽ മാത്രം തൊഴിൽ ലഭിക്കും എന്ന അവസ്ഥ. നാലാമത്തെ വ്യത്യാസം പദ്ധതി പ്രകാരം ചെയ്യാവുന്ന തൊഴിലുകളുടെ സ്വഭാവമാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചെയ്യാനാവുന്ന തൊഴിലുകൾ വൈവിധ്യമേറിയവയായിരുന്നു. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം കേവലം 4 കാറ്റഗറിയിലെ തൊഴിൽ മാത്രമേ ചെയ്യാനാവൂ. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, ഉപജീവന ആസ്തികൾ, കാലാവസ്ഥാ പ്രതിരോധം എന്നിവ മാത്രം. ചുരുക്കത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവൃത്തികളും ഇനി ചെയ്യാനാവില്ല. അഞ്ചാമത്തെ വ്യത്യാസം, തൊഴിലാളിക്ക് എപ്പോൾ വേണമെങ്കിലും തൊഴിൽ ആവശ്യപ്പെടാമായിരുന്നു എന്നതാണ്. തൊഴിൽ നൽകിയില്ലെങ്കിൽ അപേക്ഷിച്ച് നിശ്ചിത ദിവസത്തിനകം തൊഴിൽ നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരവും ലഭിക്കുമായിരുന്നു. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം അതിന് മാറ്റം വന്നിരിക്കുകയാണ്. വർഷത്തിൽ 60 ദിവസം വരെ തൊഴിൽ നിർത്തിവെക്കാൻ സർക്കാരിന് കഴിയുന്ന രീതിയിലാണ് പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആറാമത്തെ വ്യത്യാസം തൊഴിൽ പ്ലാനിംഗ് ആണ്. നിലവിൽ ഇത് ഏറ്റവും താഴെ തട്ടിൽ പഞ്ചായത്ത് തലത്തിലാണ് രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. എന്നാൽ പുതിയ പദ്ധതിയിൽ ഇത് കേന്ദ്രീകൃത ശൈലിയിൽ ദേശീയ തലത്തിലാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക വൈവിധ്യം ഒന്നും പരിഗണിക്കപ്പെടുന്നില്ല. ഇത് ഗ്രാമപഞ്ചായത്തുകളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാനിടയുള്ള ചില പ്രതിബന്ധങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഇത് ഒരു കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പേരും പരസ്യവും രാഷ്ട്രീയ നേട്ടവും ഒക്കെ കേന്ദ്ര സർക്കാരിനായിരിക്കും. എന്നാൽ
അതിനുവേണ്ടി 40% തുക സംസ്ഥാനങ്ങൾ മുടക്കുകയും വേണം. അവരുടേതായ യാതൊരു അഭിപ്രായങ്ങൾക്കും പദ്ധതിയിൽ സ്ഥാനവുമില്ല. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യാനായി പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എത്ര തുക നീക്കിവെക്കും എന്നത് കണ്ടു തന്നെ അറിയണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിവർഷം 2000 കോടിയിലേറെ തുകയാണ് ഇനി പ്രതിവർഷം ഈ പദ്ധതി നടപ്പാക്കാനായി അധികമായി സംസ്ഥാന ഖജനാവിൽ നിന്നും ചെലവഴിക്കേണ്ടി വരിക. തമിഴ്നാടിന് 4000 കോടിയിലേറെയാണ് അധിക ബാധ്യതയായി വരിക. ഡിസംബർ 24 സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് DMK ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ദരിദ്രരെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് തള്ളിയിടാനാണ് പുതിയ പദ്ധതി കൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സ്റ്റാലിൻ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്തതും വലിയ വിവാദത്തിന് ഇടയാക്കുന്നുണ്ട്. BJPയുടെ ഗാന്ധി വിരോധം കൂടി ബില്ലിന്റെ പേരിലൂടെ വെളിവായിരിക്കുന്നുവെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. അതുപോലെ പദ്ധതിയെ ദേശീയ തലത്തിൽ നിയന്ത്രിക്കുന്നത് വികേന്ദ്രീകരണം എന്ന തത്വത്തിന്റെ ലംഘനം കൂടിയാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇന്ത്യ പോലെ വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യത്ത് പ്രാദേശിക തലത്തിൽ ചെയ്യേണ്ട പ്രവർത്തികളെ ഏകീകരിക്കുന്നത് പദ്ധതിയുടെ നടത്തിപ്പിനെ തന്നെ ഇല്ലാതാക്കുമെന്നും അവർ വാദിക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലുറപ്പ് പദ്ധതി പലപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷം പലപ്പോഴും തങ്ങളുടെ പാർട്ടി പരിപാടികൾക്കായി തൊഴിലാളികളെ നിർബന്ധിക്കുന്നു എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഘടന വരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരുന്നു. ഇനി പദ്ധതി ഇല്ലാതാവുന്നതോടെ അതെല്ലാം അപ്രസക്തമാവുകയാണ്. അത്രയും വലിയൊരു ജനവിഭാഗത്തെ ഇനി എന്തു ചെയ്ത് കൂട്ടി നിർത്തും എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. എന്തായാലും 2 പതിറ്റാണ്ടായി ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക രംഗത്ത് വലിയ ചലനം സൃഷ്ടിച്ച പദ്ധതി ഇനിയില്ല. പുതിയ പദ്ധതി എത്രമാത്രം ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ടവർക്ക് ഗുണകരമാവും എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു.